അതിനു മുമ്പ് ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ ഇവിടെ വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയുന്നു എന്ന് വെറുതെ പേരിന് പറയുന്നു എന്നല്ലാതെ ഒരു നിലപാടെടുക്കുവാനായിട്ട് CPM-നോ ഇടതുപക്ഷത്തിനോ കഴിഞ്ഞിട്ടില്ല എന്നത് വാസ്തവമാണ്. അതുകൊണ്ടാണല്ലോ മന്ത്രിമാരും മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കാൻ പോകുന്നത്. ഞാൻ തുടക്കത്തിലെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതും ഇടതുപക്ഷ മുന്നണിയുടെ നിലപാടുകളോ CPM-ന്റെ നിലപാടുകളോ ആയിട്ട് ബന്ധമില്ല. അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയുടെ ഇടതുപക്ഷ മുന്നണി മൊത്തത്തിൽ എതിർപ്പുണ്ട്. അതാണ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി എടുത്തിട്ട് പുറത്തു വന്നത്. പിന്നെ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ കുറിച്ചുകൂടെ നേരത്തെ തന്നെ സംസാരിച്ചു. ശ്രീനാരായണ ഗുരുദേവനും കുമാരനാശാനും ആർ ശങ്കറും ഒക്കെ ഇരുന്ന ആ കസേരയിൽ കുറേയധികം നാളുകൾ ഇരുന്നു. കുമാരനാശാൻ കൂടുതൽ ആൾ ഇരിക്കാതിരുന്നത് അദ്ദേഹം സ്വയം ഒഴിഞ്ഞു പോയതാണല്ലോ, എന്തിനാരും മാറ്റിയതല്ല. ഇവിടെ വെള്ളാപ്പള്ളി നടേശനകത്ത് കടിച്ചു തൂക്കി കിടക്കുകയാണ്. അപ്പൊ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന് പറഞ്ഞുകൊണ്ട്, ശ്രീനാരായണ ധർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ മതനിരപേക്ഷതയെ അല്ലെങ്കിൽ മത സൗഹാർദ്ദത്തെ എന്നും കാത്തു സൂക്ഷിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു സമുദായമാണ് SNDP. അതുപോലെ തന്നെ മുസ്ലിം ലീഗ്. നമുക്കറിയാം 1992 ബാബറി മസ്ജിദ് തകർത്തപ്പോൾ ഇന്ത്യ മൊത്തത്തിൽ ചോര ഒഴുകിയപ്പം കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരുന്നത് ഇവിടുത്തെ മുസ്ലിം ലീഗും പാണക്കാട്ടെ തങ്ങളുടെയൊക്കെ ഇടപെടലും കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്നതിൽ മുസ്ലിങ്ങളും വളരെയധികം അവരുടേതായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്, SNDP പങ്കുവഹിച്ചിട്ടുണ്ട്. പക്ഷെ വെള്ളാപ്പള്ളി നടേശൻ അതിനകത്ത് വരുന്ന ആളല്ല. കാരണം നിങ്ങൾ പറയുന്നത് വ്യത്യസ്തമായ ഒരു കാര്യമുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പ്രദാനം ചെയ്യുന്ന ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൽ ഈഴവ ജനതയുടെ 5% പോലും ഈ ശാഖയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നില്ല. എന്റെ അടുത്ത് തന്നെ SNDP-യുടെ NSS-ന്റെ ശാഖകളുണ്ട്. അവിടെ ഒരു 500-550 ഈഴവ മെമ്പർമാരുണ്ടെങ്കിൽ 5-10 പേരാണ് ഈ SNDP-യുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവരെ കാണിച്ചുകൊണ്ട് SNDP ആയാലും NSS ആയാലും ഈ സമുദായ നേതാക്കന്മാര് കാലാകാലങ്ങളിൽ ഭരിക്കുന്ന കക്ഷികളെ വരട്ടിക്കൊണ്ട് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഒന്ന്, വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷ മുന്നണിയുമായിട്ട് കൈകോർത്ത് നിൽക്കുന്നു. മകൻ തുഷാർ BJP-യുമായിട്ട് കൈകോർത്ത് നിൽക്കുന്നു. ഇതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. കാരണം വളരെ കൂടുതൽ കേസുകൾ വെള്ളാപ്പള്ളി നടേശനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ അന്വേഷിക്കേണ്ട കോടാനുകോടി രൂപയുടെ അഴിമതി കേസുകളുണ്ട്. ആ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് തീർച്ചയായിട്ടും മകനെ അപ്പുറത്ത് BJP-യുമായിട്ട് ബന്ധപ്പെട്ട് നിർത്തിയിരിക്കുന്നത്. അപ്പൊ ഈ അടുത്ത സമയത്ത് പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിന് ഈ തുഷാർ വെള്ളാപ്പള്ളി തിരിച്ചു വന്ന് UDF-ആയിട്ട് മുന്നണി ഉണ്ടാക്കാൻ ഒരിക്കലും വരില്ല. തുഷാർ വെള്ളാപ്പള്ളി എന്ന് UDF മുന്നണി ചേരുന്നു, BJP മുന്നണി വിടുന്നു, പിറ്റേന്ന് അച്ഛനും മോനും ജയിലിൽ പോകും. നമുക്കറിയാമല്ലോ തുഷാർ വെള്ളാപ്പള്ളി ജയിലിൽ കിടന്നു. പക്ഷേ ഇതേ വെള്ളാപ്പള്ളിയെയും SNDP യോഗത്തെയും പിണക്കുവാനായിട്ട് CPM-നും ഇടതുപക്ഷത്തിനും കഴിയില്ല. അല്ലെങ്കിൽ ഇത്രയും കത്തി നിൽക്കുന്ന ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് പോലും വെള്ളിയാഴ്ച സ്വീകരണത്തിൽ നിന്ന് മാറി നിൽക്കാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കഴിയുന്നില്ല? ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, ഒരുപാട് ചോദ്യങ്ങൾ ഇതേക്കുറിച്ച് ഉയരുന്നുണ്ട്. മതേതര മനസ്സാണെങ്കിൽ മാറി നിൽക്കണം എന്നുള്ളത്. കാരണം മലപ്പുറത്ത് അദ്ദേഹം നടത്തിയ പ്രസ്താവന അത് മുസ്ലിം വിരുദ്ധമാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമില്ലല്ലോ അല്ലേ? അതുകൊണ്ടാണല്ലോ അപലപിക്കുന്നത്. ഇല്ല, മുസ്ലിം വിരുദ്ധമാണെന്നൊന്നും ഞങ്ങളാരും അവരെ പറയത്തൊന്നുമില്ല. കാരണം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ അവക്വമായ ഒരു പ്രസംഗമാണ്. കേരളത്തിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ മുസ്ലിങ്ങളോ 1-2 പേര് തീവ്രവാദികളോ ഭീകരവാദികളോ ഒക്കെ ഉണ്ടാകാം. അത് വളരെ ന്യൂനപക്ഷമാണ്. ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ. ഞാൻ ചവറക്കാരനാണ്. ഇവിടെ മുസ്ലിം ജനസംഖ്യ വളരെ കൂടുതലുള്ള 2 പഞ്ചായത്തുണ്ട്, പന്മന, ചവറ. അവിടെയൊന്നും അവരാരും തീവ്രവാദ പ്രവർത്തനങ്ങളുമായിട്ട് പോകുന്നൊന്നുമില്ല. ഇടതുപക്ഷത്തിലുണ്ട്, UDF-ൽ പ്രവർത്തിക്കുന്നുണ്ട്, മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഇടതുപക്ഷക്കാരെന്നുള്ളതിൽ ഞാൻ പറയുന്നു, കേസെടുക്കേണ്ടതാണ്. PC ജോർജിനെതിരെ കേസെടുക്കേണ്ട പോലെ കേസെടുക്കേണ്ടതാണ്. കാരണം SNDP-യുടെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്ന വോട്ടുകളെല്ലാം അറിയുന്നു. SNDP-ക്ക് ഏറ്റവും കൂടുതൽ വോട്ടുള്ള മണ്ഡലമാണ് എന്റെ മണ്ഡലമായ കൊല്ലം ലോക്സഭാ മണ്ഡലം. ഇവിടെ വോട്ട് BJP-ക്ക് വോട്ട് കൂടിയില്ല. ഇവിടെ UDF-ന്റെ പ്രേമയം തന്നെയാണ് വോട്ട് കൂടിയത്. വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ ഇറങ്ങി വോട്ട് പിടിച്ചത് BJP-ക്ക് വോട്ട് പിടിച്ചത്. ഇടതുപക്ഷ മുന്നണിയിൽ വെള്ളാപ്പള്ളി നിൽക്കുകയും ഭാര്യ BJP-ക്ക് വോട്ട് പിടിക്കുന്നു, മകൻ BJP-ക്ക് വോട്ട് പിടിക്കുന്നു. ഇതൊന്നും ഒരു രാഷ്ട്രീയ നയമാണ്. അപ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അല്ലല്ല, LDF-ന്റെ സ്ട്രോങ് വോട്ട് ബാങ്ക് ആണല്ലോ ഈഴവ സമുദായം എന്ന് പറയുന്നത്. അവിടെ നിന്നൊരു ഷിഫ്റ്റ് ഉണ്ടായി എന്നുള്ളത് CPM-ന്റെ വിലയിരുത്തൽ തന്നെയാണ്, ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തലാണ്. അപ്പോൾ ആ വോട്ടുകൾ തിരിച്ചു പിടിക്കേണ്ട ഒരു സമയത്താണ് ഇങ്ങനൊരു പ്രസ്താവനയുടെ പേരിൽ വെള്ളാപ്പള്ളിയെ പിണക്കേണ്ട എന്ന നിലപാടെടുത്തിരിക്കുന്നത് പാർട്ടിയും മുന്നണിയും. പരസ്യമായിട്ട് പക്ഷേ പറയുന്ന മറ്റു കാര്യമായിരിക്കും. പരസ്യമായിട്ട് പറയും വെള്ളാപ്പള്ളിയുടെ പരാമർശം തെറ്റാണ് എന്ന്, പക്ഷേ പരസ്യമായിട്ട് തന്നെ ആ സ്വീകരണത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. അല്ല, ഞാനൊരു കാര്യം പറയാം. വെള്ളാപ്പള്ളി നടേശൻ ആലപ്പുഴയിൽ VM സുധീരൻ മത്സരിച്ചപ്പോൾ VM സുധീരനെ തോൽപ്പിക്കാൻ നടന്നപ്പോൾ VM സുധീരൻ ജയിച്ചോട്. എന്താ വെള്ളാപ്പള്ളിയുടെ സാധ്യതയോടെ പോയി? മാവേലിക്കരയിൽ PC വിഷ്ണുനാഥ് ജയിക്കുകയാണെങ്കിൽ മീശ എടുക്കുമെന്ന് പറഞ്ഞു വെള്ളാപ്പള്ളി നടേശൻ. PC വിഷ്ണുനാഥ് വൻപിച്ച പുരുഷൻ ജയിച്ചപ്പോൾ ചെറുപ്പം യൂത്ത് കോൺഗ്രസ്സുകാര് 100 കണക്കിന് ബ്ലേഡ് അയച്ചു കൊടുത്തു. വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന എതിരാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. പിന്നെ SNDP-യുടെ വോട്ട് ശരിയാണ്, നിങ്ങൾ പറഞ്ഞു ശരിയാണ്. പല മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിൽ നിന്നും കോൺഗ്രസിൽ നിന്നൊക്കെ BJP-ക്ക് അനുകൂലമായിട്ട് വോട്ട് പോയിട്ടുണ്ട്. അത് അവരുടെ പ്രാദേശികമായിട്ടോ അല്ലെങ്കിൽ ദേശീയ തലത്തിലേക്കോ അവരുടെ കാഴ്ചപ്പാടുകളായിരിക്കാം. അത് വെള്ളാപ്പള്ളി നടേശന്റെ ആഹ്വാനം കൊണ്ടൊന്നും ഈഴവരാരും തിരിഞ്ഞ്
BJPക്ക് ഒന്നും വോട്ട് കിട്ടുമൊന്നുമില്ല. അത് അവരുടെ ഒരു രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ ഒരു നിലനിൽപ്പിന്റെ ഭാഗമോ ദേശീയ തലത്തിൽ ഉണ്ടാകുന്ന ചില കാഴ്ചപ്പാടുകളാണ്. കാരണം പക്ഷേ ഈ കാഴ്ചപ്പാട് ഉള്ളപ്പോൾ തന്നെയാണ് ഞാൻ പറയുന്നത് വെള്ളിയാഴ്ചത്തെ യോഗത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കേണ്ടതാണോ അല്ലയോ എന്നുള്ളതാണ്. വിട്ടുനിൽക്കുക എന്നുള്ളതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ട് അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ശ്രീ CK ഷാക്കിർ